11ാം മാസമാകുമ്പോൾ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. വലിയ മസിൽസിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുട്ടികൾ എല്ലായിടത്തും പിടിച്ച് നടക്കാനായിട്ട് തുടങ്ങും. അതായത് ഇപ്പോൾ സോഫയിലേക്ക് ഉണ്ടെങ്കിൽ പിടിച്ച് നടക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ പിടിച്ച് കുനിഞ്ഞ സാധനങ്ങൾ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ പിടിച്ച് നടത്തിക്കുമ്പോൾ 2-3 സ്റ്റെപ്പുകൾ വെക്കാനായിട്ടും തുടങ്ങും. പിന്നെ മുട്ടിലഴയുന്ന നല്ല രീതിയിൽ ഫാസ്റ്റിൽ മുട്ടിലഴയാനായിട്ടും തുടങ്ങും. പിന്നെ ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് എന്ന് പറയുമ്പോൾ നുള്ളിയെടുക്കുന്നത് നല്ലപോലെ സാധനങ്ങൾ നുള്ളിയെടുക്കാനായിട്ട് തുടങ്ങും. ഫുഡ് കൊടുത്താലും നുള്ളിയെടുക്കാനായിട്ടൊക്കെ തുടങ്ങും. 11ാം മാസം ആകുമ്പോൾ ചെയ്തു കൊടുക്കേണ്ട ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. അപ്പം മെയിനായിട്ട് ഈ ഒരു ടൈമിൽ മാക്സിമം കുട്ടീനെ പിടിച്ച് നടത്തിക്കാനായിട്ട് തുടങ്ങുക, അതുപോലെ തന്നെ പിടിച്ച് നിർത്താനായിട്ട് തുടങ്ങുക. ഈ ഒരു ടൈമിൽ നമ്മൾ പിടിച്ച് നടത്തിക്കുമ്പോൾ സ്റ്റെപ്പ് എടുത്ത് വെക്കാണ്ട് കാല് ഡ്രാഗ് ചെയ്ത് സ്റ്റെപ്പുകൾ എടുത്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഈ ഒരു ടൈമിൽ വാക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. പുഷ് വാക്കർ പോലെയുള്ളത്, റൗണ്ട് വാക്കർ അല്ല, പുഷ് വാക്കർ പോലെയുള്ള ട്രഡീഷണൽ വാക്കേഴ്സാണ് കുട്ടിക്ക് ഈ ഒരു ടൈമിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ 10 മന്ത് ആകുമ്പോഴും കുട്ടി പിടിച്ച് നടക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുട്ടി എപ്പോൾ തൊട്ട് നമ്മുടെ ഫോഴ്സ് ഇല്ലാതെ പിടിച്ച് നടക്കാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ നമുക്ക് വാക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ പിടിച്ച് നിർത്തിയിട്ട് പയ്യെ സ്ലോയിലി കുനിഞ്ഞ് സാധനങ്ങൾ എടുക്കുന്നത് പോലെയുള്ള ആക്ടിവിറ്റീസ്, ഇപ്പം എവിടെയും പിടിച്ച് നിർത്തി ടോയ്സ് ഗ്രാജുവലി താഴെ കാണിച്ചു കൊടുത്ത് എടുക്കാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്ന പോലെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ കൈയിൻ്റെ മെയിനായിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് റിങ്സ് പോലെയുള്ളത്, സ്റ്റാക്കിങ് റിങ്സൊക്കെ പുറത്തേക്ക് എടുക്കുന്നത് നമുക്ക് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. സംസാരത്തിൻ്റെ ഭാഗമായിട്ട് നല്ലപോലെ ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കാം. ആക്ഷൻസ് ആണെങ്കിലും അതുപോലെ സൗണ്ട് ഇമിറ്റേഷൻസ് ആണെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കണം. പിന്നെ നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഹായ് കൊടുക്കുക, ബൈ കൊടുക്കുക, അതുപോലെ സോഷ്യലി കുട്ടീനെ എൻഗേജ് ചെയ്യിപ്പിക്കണം. പിന്നെ ഫിംഗർ ഫീഡിങ്ങും ഈ സമയത്ത് നല്ലപോലെ ചെയ്യിപ്പിക്കണം കേട്ടോ.